ഈ വർഷത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലഹരി വിരുദ്ധ പാത. ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ആശയത്തോടെ സ്കൂളിനടുത്തുള്ള ജംഗ്ഷനിൽ നിന്നും സ്കൂൾ വരെയുള്ള 1.5 കിലോമീറ്റർ പാതയാണ് ലഹരി വിരുദ്ധ പാതയാക്കി മാറ്റിയത്. പാതയുടെ ഇരുവശങ്ങളിലായി ലഹരിക്കെതിരായുള്ള ബോർഡുകളും ചുവർചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. ബദനി കാരുണ്യ ഞങ്ങളുടെ അടുത്ത ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. രോഗബാധിതരായ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും സഹപാഠികളെയും ഒക്കെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നടത്തിയ ഈ പ്രവർത്തനം 3-ാം വർഷവും വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ അധ്യയന വർഷത്തിൽ ക്യാൻസർ ബാധിതനായ ഒരു വിദ്യാർത്ഥിയുടെയും ശാരീരിക വെല്ലുവിളി നേടുന്ന ഒരു വിദ്യാർത്ഥിയുടെയും മറ്റ് 9 പേരുടെയും ചികിത്സാ ചെലവിനായി 1,50,000-ഓളം രൂപ ഞങ്ങൾ തന്നെ പിരിവുകളോ മറ്റ് സ്പോൺസർഷിപ്പോ കൂടാതെ കണ്ടെത്തുകയാണ് ചെയ്തത്. അടുത്തതായി വംശനാശം നേരിടുന്ന നാടൻ കോഴി വളർത്തൽ പരിശീലനവും 10 വിദ്യാർത്ഥികൾക്ക് കോഴി വളർത്തലും അതിനുള്ള കോഴികളും നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെച്ചൂർ പശുവിനെ നമ്മൾ തന്നെ സ്കൂളിനോട് ചേർന്ന് സംരക്ഷിച്ചു വരുന്നുണ്ട്. അടുത്ത ഞങ്ങളുടെ പ്രവർത്തനമാണ് ഓഡിയോ ബുക്ക്. കാഴ്ച പരിമിതി ഉള്ളവർക്കായി ഞങ്ങൾ നടത്തിയ ഒരു പ്രവർത്തനമാണ് ഓഡിയോ ബുക്ക്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായി 9-ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി മുഴുവൻ പാഠങ്ങളും ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പാദ്യം വിശപ്പ് രഹിത ചെറുകുളഞ്ഞി ഗ്രാമം എന്ന ആശയത്തോടെയാണ് ബദനി പാദ്യം എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അത് ഞങ്ങളുടെ സ്കൂളിന് പുറത്തുനിന്ന് ആർക്കും എടുക്കാവുന്ന രീതിയിൽ ഭക്ഷണ പൊതികൾ ക്രമീകരിച്ചാണ് ഈ പ്രവർത്തനം തുടർന്നു പോകുന്നത്.